പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവ്യാനി നയനി ഒന്നാവുകയും അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ഒരു നാടകം അനന്തപുരിയിൽ കളിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും ഒന്നായ കാര്യം അനന്തപുരിയിൽ ആരെയും അറിയിക്കുന്നില്ല. അവാർഡ് ദാന ചടങ്ങിൽ ദേവ്യാനി നയനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയും ദേവ്യാനി നയനെ മരുമകളായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അവർ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച കാര്യം പുറമെ ആരെയും അറിയിച്ചിരുന്നില്ല. അവാർഡ് ദാന ചടങ്ങിലെ ഫോട്ടോസും വീഡിയോസും പുറത്തു വിടരുതെന്ന് ദേവ്യാനി സംഘാടകരോടൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവാർഡ് ദാന ചടങ്ങിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അനന്തപുരിയിൽ ആരും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ദേവ്യാനി നയനി ഒന്നായതറിയാതെ അനാമികയും ജലജയും ജാനകിയും ദേവ്യാനിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ നവ്യയും നയനിയെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാൻ പല വഴികളും നോക്കി. എന്നാൽ അവരുടെ എല്ലാ പ്ലാനും ദേവ്യാനി അങ്ങ് പൊളിച്ചടക്കി കയ്യിൽ കൊടുക്കുന്നുണ്ട്. ദേവ്യാനി നയനി ഒന്നായ അന്നത്തെ ദിവസം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ്. രണ്ടുപേരും പുറത്തെല്ലാം പോവുകയും അവർ പരസ്പരം മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് കാറിലാണ് അനന്തപുരിയിലേക്ക് പോയത്. അങ്ങനെ ആർക്കും സംശയം തോന്നണ്ട എന്ന് കരുതി നയന മൂർത്തിസ് ജ്വല്ലറിയിലേക്ക് പോവുകയും ദേവ്യാനി അനന്തപുരിയിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ ആകെ പരിഭ്രമത്തോട് കൂടിയാണ് ദേവ്യാനി അനന്തപുരിയിലേക്ക് പോകുന്നത്. ദേവ്യാനിയെ കണ്ട പാടത്തിന് അനാമിക ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു വല്യമ്മയെ അവാർഡ് ദാന ചടങ്ങ്? അതൊക്കെ അങ്ങനെ നടന്നു. ആ നയനെ എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയതല്ലേ എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ അതൊരു ട്രാപ്പായിരുന്നു. അത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട്, അതേ മോളെ, അവൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ആ ഫംഗ്ഷന് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അവൾ വലിയ ആളാണെന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലേ അവൾ. ഇത് മോള് പറഞ്ഞതുപോലെ ശരിക്കും അവളുടെ ട്രാപ്പ് തന്നെയാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, അവൾക്ക് എന്തൊരു അഹങ്കാരമാണ്. ഇത്രയും വലിയ അവാർഡ് അവൾക്ക് കിട്ടിയിട്ട് അവൾ എന്താണ് പറഞ്ഞത്? അവൾ അത് വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന്. ഏട്ടത്തിയുടെ ഫ്രണ്ട് അവിടെ ഉണ്ടെന്ന് അവൾക്കറിയാം. എന്നിട്ട് അവൾ പറഞ്ഞത് ഏട്ടത്തിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ജലജ നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ആ സമയം ജാനകി പറയുന്നുണ്ട്, എന്തായാലും അവൾ വിചാരിച്ചതുപോലെ തന്നെ സാധിച്ചില്ലേ. ഏട്ടത്തി ആയതുകൊണ്ടാണ് അവളുടെ വാക്കുകൾ കേട്ട് ആ ഫംഗ്ഷന് പങ്കെടുത്തത്. ഞാനാണ് ഏട്ടത്തിയുടെ സ്ഥാനത്തെങ്കിൽ അവളുടെ വാക്കുകൾ കേട്ട് ഒന്നിനിറങ്ങില്ലായിരുന്നു. അവൾ പറഞ്ഞതനുസരിച്ച് അവളുടെ താളത്തിന് തുള്ളാൻ ഏട്ടത്തിക്ക് എന്താ നാണമില്ല. അന്നേരം ദേവ്യാനി പറയുന്നുണ്ട്, അതൊന്ന് നിർത്തു ജാനകി, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൾ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെടും എന്ന് കരുതി പോകാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കേടേണ്ട എന്ന് കരുതി മാത്രമാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ ഒരിക്കലും അവൾ പറയുന്നത് കേട്ട് ഞാൻ പോകില്ല എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട്. അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു വല്യമ്മ ഫംഗ്ഷൻ? എല്ലാവരും അവളെ പുകഴ്ത്തിയോ? ഫോട്ടോസും വീഡിയോസും ഒന്നും കണ്ടില്ല. അവൾ അവിടെ വല്ലാതെ അങ്ങ് നെകളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക. അന്നേരം ദേവ്യാനി പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ ആ സ്റ്റേജിൽ കയറിയ സമയത്ത് അവൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. ഞാൻ എന്തായാലും അവളെ നോക്കാനും നിന്നില്ല, അവളോട് സംസാരിക്കാനും നിന്നില്ല. എൻ്റെ ഫ്രണ്ട് ഗ്രേസിയോടും ആൻമാരിയോടും സംസാരിച്ച് ഞാനിങ്ങ് പോന്നു. അവൾ അവാർഡ് വാങ്ങിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഞാൻ അത് കേട്ടതായോ കണ്ടതായോ ഭാവിച്ചില്ല. അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവ്യാനി പോകാൻ നോക്കുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി, എന്നിട്ട് അവളെവിടെ? ആ അവാർഡ് ജേതാവിനെ അവാർഡ് വാങ്ങിച്ചതിന് ശേഷം ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അവൾ എവിടെ പോയി? എനിക്കറിയില്ല ജലജെ, അവൾ എവിടെ പോയതാണെന്ന്. അവളുടെ അഹങ്കാരം കാണണ്ട എന്ന് കരുതി അധിക നേരം ഞാൻ അവിടെ നിന്നില്ല, വേഗം ഇങ്ങ് പോന്നു. അവൾ എവിടെയെങ്കിലും കറങ്ങി നടക്കുകയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയേനെ അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. ആ സമയം അനാമികയും ജലജയും ജാനകിയും അങ്ങോട്ട് വരികയാണ്. അങ്ങനെ നയനെ കണ്ട പടത്തിന് അനാമിക ചോദിക്കുന്നുണ്ട്, ഒന്ന് നിന്നേ, കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ നീ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് എന്തൊരു അഹങ്കാരമായിരുന്നു നിനക്ക്, എന്താണ് നിനക്കൊരു ഗമ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, എനിക്ക് അവാർഡ് കിട്ടിയത് വളരെ സന്തോഷമുണ്ട്, അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് പോകാൻ നോക്കുന്ന സമയത്താണ് അനാമിക നയനയുടെ കഴുത്തിലുള്ള നെക്ലേസ് കാണുന്നത്. അങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട്, എടി എന്താണ് നിന്റെ കഴുത്തിൽ ഡയമണ്ട് മാലയല്ലേ? ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നിന്റെ കഴുത്തിൽ ഇതില്ലായിരുന്നല്ലോ, ഇത്രയും വിലയുള്ള ഡയമണ്ട് മാല നിന്റെ കഴുത്തിൽ എങ്ങനെ വന്നു എന്നൊക്കെ ജലജ ചോദിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, അതെനിക്ക് അവാർഡ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ അവിടെ നിന്ന് കിട്ടിയ സമ്മാനമാണ് എന്ന നയനിയുടെ വാക്കുകൾ കേട്ട് അനാമിക ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. എന്ത് ഡയമണ്ട് നെക്ലേസോ? അതും ഇത്രയും വിലയുള്ളതോ? ഇത്രയും വിലയുള്ള സമ്മാനം നിനക്ക് തരാൻ മാത്രം അത്രമാത്രം ആസ്തിയുണ്ടോ ആ ക്ലബ്ബുകാർക്ക് എന്നൊക്കെ അനാമിക ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതെ, ആസ്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന പുഞ്ചിരിക്കുന്നുണ്ട്. അന്നേരം ജാനകി അനാമികയോട് പറയുന്നുണ്ട്, അവൾ നിന്നെ അസൂയപ്പെടുത്താൻ വേണ്ടി ചുമ്മാ പറഞ്ഞതായിരിക്കും, അവൾ വല്ല ഫാൻസി കടയിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കും നെക്ലേസ്. അന്നേരം നയന പറയുന്നുണ്ട്, അതെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ പോകാൻ നോക്കുന്ന സമയത്ത് അന്നേരം നയനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അനാമിക പറയുന്നുണ്ട്, എടി പറയടി, ഇത് ഫാൻസിയിൽ നിന്ന് വാങ്ങിയ നെക്ലേസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇത് ഒറിജിനൽ ഡയമണ്ട് നെക്ലേസ് തന്നെയാണ്. ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് നീ ആദർശേട്ടനോട് വാങ്ങിപ്പിച്ചതല്ലേ, അല്ലാതെ നിനക്ക് സമ്മാനം കിട്ടിയതൊന്നും ആയിരിക്കില്ല.
അന്നേരം നയന പറയുന്നുണ്ട്, ആര് വാങ്ങിച്ചു തന്നാലെന്താ, ഇതെനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ കഴുത്തിൽ കിടന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ സന്തോഷത്തോടു കൂടി വാങ്ങി തന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ വാങ്ങി തന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ മൂല്യം നെക്ലേസിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നയന അകത്തേക്ക് പോവുകയാണ്. എന്നാൽ കൃത്യമായി നയന മറുപടി പറയാത്തത് കൊണ്ട് തന്നെ അനാമികയ്ക്ക് വീണ്ടും ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് അനാമിക ചിന്തിക്കുന്നുണ്ട്, ഇത്രമാത്രം വിലയുള്ള നെക്ലേസ് ഇവൾക്ക് എവിടെ നിന്ന് കിട്ടി? എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൾക്ക് വലിയൊരു പുരസ്കാരം കിട്ടി. എല്ലാവരും അവളെ പുകഴ്ത്തി പറഞ്ഞു. അതൊക്കെ പോട്ടെ എന്ന് വെക്കാം, ഇത്രമാത്രം വിലപിടിപ്പുള്ള പുതിയ ഡിസൈനായ ഡയമണ്ട് നെക്ലേസ് അവൾക്ക് എവിടെ നിന്ന് കിട്ടിയതാവും? അങ്ങനെ അനാമിക ജാനകിയോട് പറയുന്നുണ്ട്, അമ്മേ, അവൾക്ക് കിട്ടിയ നെക്ലേസ് കണ്ടോ? അത് ഒറിജിനൽ ഡയമണ്ട് നെക്ലേസ് തന്നെയാണ്. അത് അവൾക്ക് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും? അത് ശരിക്കും ക്ലബ്ബുകാർ തന്നെ കൊടുത്തതായിരിക്കുമോ? അതിനുള്ള ആസ്തിക്ക് അവർക്കുണ്ടോ? അത്രമാത്രം പുകഴ്ത്താൻ വേണ്ടി അവളുടെ ഡിസൈനിന് എന്താ പ്രത്യേകത? അന്നേരം ജാനകി പറയുന്നുണ്ട്, മോളെ, അത് ഡയമണ്ട് ആണെങ്കിൽ മിക്കവാറും ആദർശ് വാങ്ങി കൊടുത്തതായിരിക്കും. അവനാണെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. അവൾക്കിപ്പോൾ അവാർഡ് കിട്ടിയല്ലോ, ആ സന്തോഷത്തിന് ആദർശ് വാങ്ങി കൊടുത്തതായിരിക്കും. അനന്തപുരിയിലെ മുഴുവൻ സ്വത്തും ഇപ്പോൾ അമ്മാനം മാറുന്നത് ആദർശല്ലേ. കൊണ്ട് എത്ര വിലപിടിപ്പുള്ള ഡയമണ്ടും ആദർശിന് ഭാര്യയ്ക്ക് വാങ്ങി കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി. അന്നേരം അനാമിക പറയുന്നുണ്ട്, അമ്മേ, അങ്ങനെ ഡയമണ്ട് നെക്ലേസ് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ആരോട് പറയാനാ? എൻ്റെ ഭർത്താവ് അനിയാണെങ്കിൽ ഒരു മുത്തുമാല പോലെ എനിക്ക് വാങ്ങി തന്നിട്ടില്ല. അന്നേരം ജാനകി പറയുന്നുണ്ട്, മോളെ വിഷമിക്കാതിരിക്കേ, അനിയുടെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വരും. അങ്ങനെ അനാമിക സങ്കടപ്പെട്ടുകൊണ്ട് റൂമിൽ പോകുന്ന സമയത്ത് ദേവ്യാനിയെ കാണുന്നുണ്ട്. അന്നേരം അനാമിക ദേവ്യാനിയോട് ചോദിക്കുന്നുണ്ട്, വല്യമ്മേ, അവൾക്ക് ആ ഡയമണ്ട് നെക്ലേസ് ആര് വാങ്ങിച്ചു കൊടുത്തതായിരിക്കും? വല്യമ്മ ശ്രദ്ധിച്ചിരുന്നോ അവളുടെ കഴുത്തിലുള്ള ഡയമണ്ട് നെക്ലേസ്? അത് നല്ല മൂല്യമുള്ളതാണ്. ആദർശിട്ട് വാങ്ങി കൊടുത്തതാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത്രമാത്രം മൂല്യമുള്ള ഡയമണ്ട് നെക്ലേസ് ആ ക്ലബ്ബുകാർ അവൾക്ക് വാങ്ങി കൊടുക്കുമോ? അവളുടെ സംസാരം കേട്ട് ആ നെക്ലേസ് ആദർശേട്ടൻ വാങ്ങി കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂർത്തിസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറായിട്ട് ഇന്ന് ജ്വല്ലറിയിലേക്ക് അവൾ പോകുന്നുണ്ടല്ലോ. ഒരു പക്ഷേ അവൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുകയാണ് അനാമിക. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവ്യാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ദേവ്യാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എടി, എൻ്റെ മരുമകൾ നിന്നെ പോലെ മോഷ്ടിക്കില്ല. ആ സമയം ദേവ്യാനി അനാമികയോട് പറയുന്നുണ്ട്, മോളെ, നീ അതങ്ങ് വിട്ടുകളാ. ചിലപ്പോൾ അത് 1,500 രൂപ വിലയുള്ള മുത്തുമാലയായിരിക്കും. അല്ലാതെ അത്രമാത്രം വിലയുള്ള നെക്ലേസൊക്കെ അവൾക്ക് ആര് വാങ്ങിച്ചു കൊടുക്കാനാ? ആദർശ് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ അവ എന്നോട് പറയാതിരിക്കില്ല. പിന്നെ അത്ര വിലയുള്ള നെക്ലേസ് ഒന്നും വാങ്ങിക്കാനുള്ള പണമൊന്നും അവളുടെ കയ്യിലില്ല. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ വല്യമ്മേ, നയനേച്ചിയുടെ കഴുത്തിൽ അത്രയും വിലയുള്ള ഡയമണ്ട് നെക്ലേസ് കണ്ടപ്പോൾ എനിക്ക് അതുപോലെ ഒന്ന് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരം ദേവ്യാനി പറയുന്നുണ്ട്, അതിനെന്താ മോളെ, മോൾക്ക് അതുപോലൊരു ഡയമണ്ട് നെക്ലേസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മോൾ അനിയോട് പറ. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോട് പറയണം എന്നൊക്കെ പറയുന്ന സമയത്ത് ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് അനാമിക. അങ്ങനെ ദേവ്യാനി സന്തോഷത്തോടു കൂടി തന്നെ നയനിയുടെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ബെഡ്റൂമെല്ലാം ലോക്ക് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ദേവ്യാനി നയനിയോട് പറയുകയാണ്, മോളെ, ഇവിടെ നിന്നെ വീഴ്ത്താനും എന്നെ വീഴ്ത്താനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരുടെ മുന്നിൽ നമ്മൾ നല്ലതുപോലെ തന്നെ അഭിനയിക്കണം. അത് മാത്രമല്ല, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നല്ലോണം വീഴ്ത്തുകയും ചെയ്യണം. അന്നേരം നയന പറയുന്നുണ്ട്, അതെ അമ്മേ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ അനാമികയും ജലജ അപ്പച്ചിയും ഒക്കെ എന്നോട് നല്ലോണം നോടുക്കി. എന്നിട്ട് ഈ മാല എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ സമ്മാനമായി തന്നതാണെന്ന് ഞാൻ പറഞ്ഞു. തൽക്കാലത്ത് ഡയമണ്ട് ആണെന്ന കാര്യം അവർ അറിയേണ്ട. അത് മാത്രമല്ല, ഇത് സമ്മാനിച്ചത് ഞാനാണെന്നും അവരെ അറിയേണ്ട. ആ അനാമികയ്ക്ക് ഭയങ്കര കുശുമ്പാണ്. അവൾ എന്നോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. അവൾക്ക് എങ്ങനെയെങ്കിലും നമ്മൾ രണ്ടുപേരെയും അടിച്ചു പിരിക്കുക എന്ന ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഇനിയിപ്പോൾ അവരാര് ശ്രമിച്ചാലും അവരുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നയനിയെ ചേർത്ത് പിടിക്കുകയാണ് ദേവ്യാനി. അങ്ങനെ പിന്നീട് നയനിയും ദേവ്യാനി ഹാളിലിരിക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ നവ്യ പറയുകയാണ്, മോളെ, നീ അവാർഡ് വാങ്ങിക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു. അല്ല, അമ്മായിയെ ഫോട്ടോസിലും വീഡിയോസിലൊന്നും കണ്ടിട്ടില്ലല്ലോ, അമ്മായി അങ്ങോട്ട് വന്നിട്ടില്ലേ എന്നൊക്കെ നവ്യ ചോദിക്കുന്ന സമയത്ത് ദേവ്യാനി പറയുന്നുണ്ട്, പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവ്യാനി പോവുകയാണ്. ആ സമയത്താണ് നയനിയുടെ കഴുത്തിൽ കിടന്ന മാല നവ്യ കാണുന്നത്. അല്ല നയനെ, ഇതാ നെക്ലേസ് അല്ലേ? അത് ഡിസൈനായിട്ട് നീ എനിക്ക് കാണിച്ചു തന്ന മാല അല്ല, ഇത് നിനക്ക് ആദർശേട്ടൻ വാങ്ങിച്ചു തന്നതാണോ? ഇത്ര പെട്ടെന്ന് അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ. അന്നേരം നയന പറയുന്നുണ്ട്, അല്ല ചേച്ചി, ഇത് എനിക്ക് ഒരാൾ സമ്മാനമായി തന്നതാണ്. ഈ മാല ആദർശേട്ടൻ വാങ്ങി തന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ. അതേസമയം നയന പറയാതെ പറയുന്നുണ്ട്, അതേ ചേച്ചി, ഇതെനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ട ഒരാൾ വാങ്ങി തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നയന പുഞ്ചിരിക്കുന്നുണ്ട്. ആ സമയം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ഒത്തിരി അധികം സന്തോഷമായി മോളെ. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്കെല്ലാം വാങ്ങിത്തരാൻ ആദർശേട്ടനുണ്ടല്ലോ. എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അഭി എന്നെ മനസ്സിലാക്കാനും പോകുന്നില്ല. പിന്നെ നിന്റെ അമ്മായിമ്മയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട് മോളെ. പുറമേ ഒന്നും കാണിക്കുന്നില്ലെങ്കിലും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി.
എന്തായാലും എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ നവ്യെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നയനിയുടെ സന്തോഷം കണ്ട് ഒട്ടും സഹിക്കാനാകാതെയാണ് അനാമിക റൂമിലേക്ക് പോകുന്നത്. ആ സമയത്ത് അനിയെ കണ്ടപ്പോൾ അനാമിക പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നിട്ട് അനാമിക ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, എടാ നീ അറിഞ്ഞോ നിന്റെ ഏട്ടത്തിക്ക് അവാർഡ് കിട്ടിയ കാര്യം? ആ സമയം അനി പറയുകയാണ്, അതെ ഞാൻ അറിഞ്ഞു. ന്യൂസിലെല്ലാം വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി. നയനേച്ചി അർഹിച്ചത് തന്നെയാണത്. എടി ഏടത്തിക്ക് അർഹതയുണ്ടായത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്. അത് നീ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ അനി പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, എടാ ആരാണ് അസൂയപ്പെടുന്നത്? എന്തൊക്കെയോ വരച്ച് കൂട്ടിയിട്ട് ഒരു ചെറിയ ക്ലബിൽ നിന്ന് അവാർഡ് കിട്ടി എന്ന് കരുതി ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നത്? അത് കേട്ട് അനി പറയുന്നുണ്ട്, പിന്നെ എന്തിനാണ് നീ ആ കാര്യം എന്നോട് പറയുന്നത്? നയനച്ചിക്ക് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് വിഷമവും വെപ്രാളവുമല്ല ഞാൻ കാണുന്നുണ്ട്. അവൾക്ക് അവാർഡ് കിട്ടിയതിനൊന്നുമല്ല എനിക്ക് വിഷമം. അവൾക്ക് അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ആദർശായിട്ട് അവൾക്ക് വാങ്ങിക്കൊടുത്തത് കണ്ടോ? ഒരു ഡയമണ്ട് നെക്ലേസ്, അത് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള നെക്ലേസ്. അതൊക്കെ കാണുന്ന സമയത്താണ് എനിക്ക് അസൂയ തോന്നുന്നത്. അല്ല, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചാൽ നീ എനിക്ക് വാങ്ങിച്ചു തരുമോ? അത് കേട്ട് അനി പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം നീ ചിന്തിക്കുക പോലും വേണ്ട അനാമികെ. ഞാൻ ഒരിക്കലും നിനക്ക് അങ്ങനെയൊന്നും വാങ്ങിച്ചു തരില്ല. കാരണം അത്രമാത്രം വിലയുള്ള ഡയമണ്ട് നെക്ലേസ് വാങ്ങിച്ചു തരാനുള്ള പണം എൻ്റെ കയ്യിലില്ല. മാത്രമല്ല നീ അത് അർഹിക്കുന്നുമില്ല. ഇത് കേൾക്കുന്ന സമയത്ത് അനാമികയ്ക്കാണ് ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ആരുടെ അർഹിക്കുന്നത്? നിന്റെ ആ നന്ദു ആയിരിക്കുമല്ലേ? അവൾ പറയുകയാണെങ്കിൽ അതുപോലത്തെ ഡയമണ്ട് നെക്ലേസ് നീ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും. ഞാൻ പറഞ്ഞാലല്ലേ നിനക്ക് വാങ്ങിച്ചു തരാൻ ബുദ്ധിമുട്ട്? അത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, നീയാണ് അനാമികയെ എല്ലാ പ്രശ്നത്തിനും കാരണം. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നന്ദുവിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നന്ദു എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്. ഞങ്ങൾ തമ്മിൽ അല്ലാത്തൊരു ബന്ധവുമില്ല. നീ കൂടെ കൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സൊരു പക്ഷെ കൈവിട്ട് പോകും. നീ പറഞ്ഞ് എൻ്റെ മനസ്സിനെ അങ്ങനെ ആക്കരുത് എന്നൊക്കെ പറയുകയാണ് അനി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ നന്ദുവിൻ്റെ കൂടെ പോകുമെന്ന്. നിന്റെ മനസ്സിൽ അതാണെന്ന് എനിക്കറിയാം. എന്തായാലും അനന്തപുരിയിൽ ഞാൻ എത്തിയ സ്ഥിതിക്ക് വെറും കൈയോടെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അനാമിക ദേഷ്യപ്പെട്ടുകൊണ്ട് രേവതി ഫോൺ ചെയ്യുന്നുണ്ട്. അമ്മ അറിഞ്ഞില്ലേ? എനിക്ക് വലിയൊരു അവാർഡ് കിട്ടി. അതേ മോളെ, ഞാനത് ടി വിയിൽ കണ്ടു. അവളിങ്ങനെ അവാർഡും പിടിച്ചു നിൽക്കുന്നൊരു ഫോട്ടോ. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, അവൾക്ക് അവാർഡ് കിട്ടിയതിന് എനിക്കൊരു വിഷമവുമില്ല. പക്ഷേ അവൾ നിർബന്ധം പിടിച്ച് വല്യമ്മയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെങ്കിലും വല്യമ്മയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. സ്വന്തം മരുമകൾക്ക് അവാർഡ് കിട്ടിയതിന് അവർക്ക് ഒരു സന്തോഷവുമില്ല. പിന്നെ ഞാനെന്തിനാ അസൂയപ്പെടണം? എനിക്ക് അതൊന്നും അല്ല അമ്മയെ വിഷമം. അവൾ വരുന്ന സമയത്ത് അവളുടെ കഴുത്തിൽ ഡയമണ്ട് നെക്ലേസ് കണ്ടു. അത് അവൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന കാര്യത്തിലാണ് എനിക്ക് സംശയം. അത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതെന്താ ഇത്ര സംശയിക്കാൻ? അത് ആദർശില്ലേ, അവൻ വാങ്ങിച്ചു കൊടുത്തതായിരിക്കും. അവൾ പറഞ്ഞ ഡയമണ്ട് നെക്ലേസ് അല്ല, എന്ത് പറഞ്ഞാലും അവൻ വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ പറയുകയാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് എന്ത് വേണമെങ്കിലും ആകട്ടെ അമ്മേ, പക്ഷെ അവളുടെ കഴുത്തിൽ അങ്ങനെ ഡയമണ്ട് നെക്ലേസ് കണ്ടത് മുതൽ എനിക്ക് അതുപോലത്തെ ഒന്ന് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും വേണമെങ്കിൽ നീ അനിയോട് പറ എന്നൊക്കെ പറയുകയാണ് രേവതി. അമ്മേ, ഞാൻ അവരോട് പറഞ്ഞു നോക്കി, പക്ഷെ ഒരു രക്ഷയുമില്ല. അങ്ങനെ ഒരു നെക്ലേസ് വാങ്ങിച്ചു തരാനൊന്നും അവനെ കൊണ്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, നിന്റെ വിധി. അത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഉടനെ തന്നെ അനിയുമായി പിരിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതിനു മുമ്പ് തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും കൈക്കലാക്കണം, അത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ എന്നൊക്കെ അനാമിക പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വീണു പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, മോൾ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെറും കൈയോടെ ഇറങ്ങരുത്. അവിടെ നിന്ന് മോഷ്ടിക്കാൻ പറ്റുന്നിടത്തോളം മോഷ്ടിക്കണം. പക്ഷെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അതെ, വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ വല്യമ്മ തന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം അച്ഛൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുവന്ന് തന്നില്ലേ? അതെ മോളെ, നീ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കാണെങ്കിൽ ചുറ്റുപാടും കടമല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ആകുമോ? എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാട് അധികം പണം നമുക്ക് വേണം. നീ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കുറച്ച് പണവും സ്വർണവും അടിച്ചു മാറ്റാൻ നോക്ക്. അതിനുശേഷം അനിയുമായി ഡിവോഴ്സ് ആയതിനു ശേഷം കുറച്ചധികം പണം നമുക്ക് നഷ്ടപരിഹാരമായിട്ട് വാങ്ങാം. അത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ അച്ഛാ, ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഇവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റണമെങ്കിൽ വല്യമ്മയുടെ സ്വർണം മാത്രമേ ഇവിടെയുള്ളൂ. എൻ്റെ അമ്മായിമ്മയ്ക്കാണെങ്കിൽ 10 പൈസയ്ക്ക് നിവർത്തിയില്ല. വല്യമ്മയുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയേ മതിയാകൂ എന്നൊക്കെ പറയുകയാണ് അനാമിക. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവ്യാനി അവിടെ നിൽക്കുന്നുണ്ട്. കൊള്ളാലോ, എൻ്റെ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റാനാണ് ഇവളുടെ ഉദ്ദേശം. അതേതായാലും നടത്തി കൊടുക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ദേവ്യാനി. അങ്ങനെ അനാമിക വേണുവിനോട് പറയുന്നുണ്ട്, അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം. ഞാനും അമ്മയും ചേർന്ന് വല്യമ്മയുടെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കാം. എന്നെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അനാമികയുടെ സംസാരം കേട്ടുകൊണ്ട് ദേവ്യാനി അവിടെ നിൽക്കുന്നുണ്ട്. ഇവളാള് കൊള്ളാമല്ലോ, എൻ്റെ സ്വർണ്ണം മോഷ്ടിക്കാനാണ് ഇവളുടെ പ്ലാൻ. ഞാൻ എന്തായാലും കാണിച്ചു തരാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ദേവ്യാനി.
അങ്ങനെ അനാമിക വേണുവിനോട് പറയുന്നുണ്ട്, അച്ഛാ അമ്മയെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടണം. ഞാനും അമ്മയും ചേർന്ന് കൊണ്ട് എങ്ങനെയെങ്കിലും വല്യമ്മയുടെ ഷെൽഫിൽ നിന്ന് കുറച്ച് ആഭരണങ്ങളെല്ലാം അടിച്ചു മാറ്റാൻ നോക്കാം. മോഷ്ടിച്ചതിന് ശേഷം ആ കുറ്റം ഞാനിയുടെ തലയിൽ ചാർത്തി കൊടുക്കാം. മരുമകളാണ് സ്വർണ്ണം അടിച്ചു മാറ്റിയതെന്ന് അറിഞ്ഞാൽ അമ്മായിമ്മ മരുമകളെ അങ്ങ് പുറത്താക്കിക്കോളും എന്നൊക്കെ പറയുകയാണ് അനാമിക. അങ്ങനെ ദേവ്യാനിയുടെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടി പിറ്റേ ദിവസം തന്നെ രേവതി അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ രേവതി അനാമികയോട് പറയുന്നുണ്ട്, മോളെ ഇനി അധിക സമയമൊന്നുമില്ല, ഒരുപാട് ദിവസം ഞാനിവിടെ നിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അനാമികയും രേവതിയും കൂടി ദേവ്യാനിയുടെ റൂമിൽ കയറി ആ സ്വർണ്ണമെല്ലാം മോഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ രേവതി ആരും അറിയാതെ അത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം രേവതി പറയുന്നുണ്ട്, വേണുവേട്ട ഇത് എങ്ങനെയെങ്കിലും ഈ സ്വർണം വിൽക്കണം. അങ്ങനെ വേണു പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അയാളുടെ കയ്യിൽ ഈ സ്വർണ്ണമെല്ലാം കൊടുത്തിട്ട് പണമാക്കാം. അങ്ങനെ വേണുവിനെ തിരഞ്ഞ് വേണുവിൻ്റെ വീട്ടിലേക്ക് പോലീസ് വരികയാണ്. അങ്ങനെ പോലീസ് ചോദിക്കുന്നുണ്ട്, എടാ എവിടെ നിന്നാണ് നിനക്ക് ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം കിട്ടിയത്? സാറേ ഇതിൽ എൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളാണ്. എന്താ സാറേ എൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ എനിക്ക് പണയം വെക്കാൻ പറ്റില്ലേ? ആ സമയത്താണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. ദേവ്യാനി വന്നിട്ട് വേണുവിനോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും ഇത് രേവതിയുടെ സ്വർണം തന്നെയാണോ വേണു? ആ സമയത്ത് എന്ത് പറയണമെന്നറിയാതെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് വേണു. ആ സമയം SI പറയുന്നുണ്ട്, വേണു താൻ ഒരുപാട് ഫ്രോഡ് പണികളൊക്കെ ചെയ്യുമെന്ന് അറിയാമെങ്കിലും സ്വന്തം മോളെ വിവാഹം കഴിച്ച വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ മോഷ്ടിച്ചത് സ്വർണ്ണമല്ല മുക്കുപണ്ടമായിരുന്നു. ആ സമയം ദേവ്യാനി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് വേണുവിനോട്, നിങ്ങൾ എന്തിനാണ് എൻ്റെ സ്വർണം മോഷ്ടിച്ചത്? ആ സമയം വേണു പറയുന്നുണ്ട്, മേഡം എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം വന്നു. കുറച്ച് ദിവസത്തിന് മുമ്പ് എൻ്റെ ബിസിനസ് എല്ലാം തകർന്നു. അതുകൊണ്ട് തന്നെ മോളോട് കുറച്ച് സ്വർണം ചോദിച്ചു. ഒരു വഴിയില്ലായിട്ട് എടുത്തതാണ് എന്നൊക്കെ പറയുകയാണ് വേണു. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ പണമെല്ലാം എനിക്ക് തിരിച്ചു കിട്ടും. പണമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വർണ്ണം ദേവേച്ചിയുടെ റൂമിൽ കൊണ്ടുപോയി വെക്കാമെന്ന് കരുതി. അങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട്, വേണു നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. ആ സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റി എൻ്റെ മരുമകളുടെ തലയിൽ ഇടാനല്ലേ നിങ്ങളുടെ പ്ലാൻ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിരുന്നു. നിങ്ങളുടെ പ്ലാൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ മുക്കുപണ്ടം വെച്ചത് ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. ഇതൊന്നും അറിയാതെയാണ് നിങ്ങളുടെ മോൾ അനാമിക സ്വർണ്ണം മോഷ്ടിച്ചത്. എന്തായാലും നിങ്ങൾ ഇവരുടെ കൂടെ പോയിക്കോ. അനന്തപുരിക്കാർ അറിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും. അനാമിക ഇതിൽ കൂട്ടുപ്രതി ആയതുകൊണ്ട് തന്നെ അനാമികയും വേണുവിനെയും രേവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേവ്യാനി അനാമികയോട് പറയുന്നുണ്ട്, അനാമിക്ക് ഇനി നീ അനന്തപുരി വീട്ടിലേക്ക് വരണ്ട. ഇതുപോലെ കള്ളം ചെയ്യുന്ന ഒരുത്തിയെ എനിക്ക് ഭാര്യയായി വേണ്ട. നിന്റെ കൂടെയുള്ള ജീവിതം എനിക്ക് ഒരിക്കലും സന്തോഷം തരില്ല. അനിയുടെ ഇഷ്ടം പോലെ തന്നെ നന്ദമോൾ തന്നെ എനിക്ക് ഭാര്യയായി വരും. ദേവ്യാനിയുടെ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അനാമിക.